നമസ്കാരം. ഇന്ന് നമ്മളൊരു വലിയ ചോദ്യത്തിന് ഉത്തരം തേടുകയാണ്. എന്താണ് ബുദ്ധി? അതെങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? പലപ്പോഴും ആവശ്യമായി വരാറുണ്ടല്ലേ, ഈ പഠന കാര്യങ്ങൾക്കോ ചിലപ്പോൾ ഒരു ജോലിക്ക് ആളെ എടുക്കാനോ ഒക്കെ. അതെ അതെ. അപ്പോൾ ഈ ബുദ്ധി പരീക്ഷകൾ, അതായത് ഇന്റലിജൻസ് ടെസ്റ്റ്സ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തിയുടെ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ഒരു പൊതുവായ കഴിവിനെ അളക്കാനുള്ള ശ്രമമാണ്. ശരിയാണ്. പക്ഷേ ഒരുപാട് തരം ടെസ്റ്റുകൾ നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഒരു വൈവിധ്യം? അപ്പോൾ നമുക്ക് ഇതിന്റെ പിന്നിലുള്ള സിദ്ധാന്തങ്ങളിലേക്കൊന്ന് നോക്കാം. തീർച്ചയായും. ആ വൈവിധ്യത്തിന്റെ പ്രധാന കാരണം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. അതായത് ബുദ്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. അവ വളരെ വ്യത്യസ്തമാണ്. ഓരോ ടെസ്റ്റും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു പ്രത്യേക സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയാണ്. ഓക്കെ. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് രണ്ട് വലിയ ചിന്താധാരകളുണ്ടെന്ന് പറയാം. ഒന്ന്, ബുദ്ധിയെന്ന് പറയുന്നത് ഒരു അടിസ്ഥാനപരമായ കഴിവാണ് എന്ന് കരുതുന്ന സിദ്ധാന്തങ്ങൾ. അതിനെ നമ്മൾ ജനറൽ ഫാക്ടർ തിയറീസ് എന്ന് പറയും. ജനറൽ ഫാക്ടർ തിയറീസ്. ഓക്കെ. പിന്നെ അങ്ങനെയല്ല, ബുദ്ധി എന്ന് പറയുന്നത് പല ഘടകങ്ങൾ ചേർന്നതാണ് എന്ന് കരുതുന്നവ. അതാണ് മൾട്ടി ഫാക്ടർ തിയറീസ്. മൾട്ടി ഫാക്ടർ. അപ്പോൾ ഈ ആദ്യത്തെ വിഭാഗം ജനറൽ ഫാക്ടർ തിയറീസ്, അതിലേറ്റവും പ്രധാനം ചാൾസ് സ്പിയർമാന്റെ ജി ഫാക്ടർ എന്ന ആശയമാണല്ലേ? അതെ, ജി ഫാക്ടർ. എന്താണത്? അതായത് എല്ലാത്തരം ബൗദ്ധികമായ ജോലികൾക്കും പൊതുവായിട്ട് ആവശ്യമുള്ള ഒരു അടിസ്ഥാന ഘടകം, ഒരു ജനറൽ ഇന്റലക്ച്വൽ കപ്പാസിറ്റി. അതെ, കറക്റ്റ്. സ്പിയർമാന്റെ അഭിപ്രായത്തിൽ ഈ ജി ഫാക്ടറാണ് ഏറ്റവും പ്രധാനം. എന്നാൽ അദ്ദേഹം കൂടെ ചേർത്ത് പറഞ്ഞു, ഓരോ പ്രത്യേക പ്രവൃത്തിക്കും, അതായത് സ്പെസിഫിക് ടാസ്ക്സ്, അതിൻ്റെതായ ചില എസ് ഫാക്ടേഴ്സും വേണം. എസ് ഫാക്ടേഴ്സ്, സ്പെസിഫിക് ഫാക്ടറുകൾ. ബിനെ, ഇയും സൈമണും. ബിനെ സൈമൺ ടെസ്റ്റ്. അതെ, അവര് ബുദ്ധിയെ ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് കണ്ടത്. പക്ഷെ അത് അളക്കാൻ വേണ്ടിയിട്ട് യുക്തി, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, കോംപ്രിഹെൻഷൻ, പിന്നെ ഒരു ലക്ഷ്യബോധത്തോടെ ചിന്തിക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ പരിശോധിക്കുന്ന ചോദ്യങ്ങൾ ഉപയോഗിക്കാമെന്നവർ കരുതി. അങ്ങനെ കിട്ടുന്ന ഒരു സ്കോർ ഉണ്ടല്ലോ, അതാണ് പിന്നീട് ഇന്റലിജൻസ് ക്വോഷ്യന്റ്, IQ എന്ന പേരിൽ വളരെ പ്രശസ്തമായത്. IQ സ്കോർ. ഓക്കെ. പക്ഷേ എല്ലാവരും ഈ ഒരൊറ്റ ജി ഫാക്ടർ ഉണ്ട് എന്നതിനോട് യോജിച്ചില്ല, അല്ലേ? ഇല്ല. അവിടെയാണ് ഈ പറഞ്ഞ പോലെ കാര്യങ്ങൾ കുറച്ചുകൂടെ രസകരമാവുന്നത്. അതെ, ബുദ്ധി എന്നത് ഒരു കഴിവല്ല, പല കഴിവുകളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് വാദിക്കുന്ന സിദ്ധാന്തങ്ങൾ വന്നു. അതാണ് മൾട്ടി ഫാക്ടർ തിയറീസ്. അതെ, മൾട്ടി ഫാക്ടർ തിയറീസ്. അതിൽ തേഴ്സ്റ്റൺ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് തോന്നുന്നു. ശരിയാണ്. തേഴ്സ്റ്റൺ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ബുദ്ധിക്ക് അങ്ങനെ ഒരു പൊതുഘടകം, ഒരു ജി ഫാക്ടർ ഇല്ല. പകരം ഏഴ് പ്രാഥമിക മാനസിക കഴിവുകൾ, പ്രൈമറി മെന്റൽ എബിലിറ്റീസ്, PMAs ഉണ്ട് എന്നാണ്. 7 എണ്ണം. ഉദാഹരണത്തിന് സംഖ്യകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, അതിനെ നമ്പർ ഫാക്ടർ N എന്ന് പറയും. പിന്നെ വാക്കുകൾ മനസ്സിലാക്കാനും ഉപയോഗിക്കാനുമുള്ള കഴിവ്, വെർബൽ ഫാക്ടർ V. ഓർമ്മ, മെമ്മറി M. കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ്, പെർസെപ്ച്വൽ സ്പീഡ് P. അങ്ങനെ കുറേയെണ്ണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മൾട്ടി ഫാക്ടർ എന്ന് പറയുന്ന ചിന്താഗതിക്കുള്ളിലും പല സമീപനങ്ങളുണ്ട്. വെറും ഈ 7 എണ്ണം മാത്രമല്ല. അതെങ്ങനെയാണ്? വ്യത്യാസങ്ങളുണ്ടോ അതിലും? ഉണ്ട്. ഉദാഹരണത്തിന് ഗിൽഫോർഡ്, അദ്ദേഹം ചിന്തിച്ചത് ബുദ്ധിക്കൊരു ത്രിമാണ ഘടന, ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഉണ്ടെന്നാണ്. 3 ഡയമെൻഷണൽ? അതെ. അതായത് ഓരോ ബുദ്ധിപരമായ പ്രവർത്തനത്തെയും അദ്ദേഹം 3 കാര്യങ്ങൾ വെച്ച് വിശകലനം ചെയ്തു. ഒന്ന്, നമ്മൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, അതാണ് കണ്ടന്റ്. 2, എന്ത് മാനസിക പ്രക്രിയയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓപ്പറേഷൻ. 3, ആ ചിന്തയുടെ ഫലം എന്താണ്, പ്രോഡക്റ്റ്. അങ്ങനെ ഒരു മോഡൽ അദ്ദേഹം ഉണ്ടാക്കി. കൊള്ളാം. ഇത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണല്ലോ. അതെ, കുറച്ചുകൂടി സങ്കീർണമാണ്. ഇതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമായി ചിന്തിച്ച ആളാണ് ഹോവാർഡ് ഗാർഡ്നർ. അദ്ദേഹത്തിന്റെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. ഉറപ്പായോ? കാരണം അത് സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ കാണുന്ന കഴിവുകൾ മാത്രമല്ലല്ലോ പറയുന്നത്. ഭാഷാപരമായ കഴിവ്, ലിംഗ്വിസ്റ്റിക്, ഗണിതപരമായ കഴിവ്, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, ഇതൊക്കെ കൂടാതെ. അതെ, അതുകൂടാതെ സംഗീതപരമായ ബുദ്ധി, മ്യൂസിക്കൽ, ശാരീരിക ചലനപരമായ ബുദ്ധി, ബോഡിലി കൈനസ്താറ്റിക്, പിന്നെ സ്പേഷ്യൽ ഇന്റലിജൻസ്. സ്പേഷ്യൽ. പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള കഴിവ്,
ഇന്റർപേഴ്സണൽ, അതുപോലെ സ്വയം മനസ്സിലാക്കാനുള്ള കഴിവ് ഇൻട്രാപേഴ്സണൽ, നാച്ചുറലിസ്റ്റിക്, അങ്ങനെ 8 വ്യത്യസ്ത ബുദ്ധികൾ ഉണ്ടെന്നാണ് ഗാർഡ്നർ പറഞ്ഞത്. 8 എണ്ണം. ഇത് ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചില്ലേ? തീർച്ചയായും. കാരണം ഇത് ക്ലാസ് മുറികളിൽ നമ്മൾ സാധാരണ അളക്കുന്ന ബുദ്ധിക്ക് അപ്പുറത്തും പലതരം കഴിവുകൾ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ സഹായിച്ചു. ശരിയാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സിദ്ധാന്തമാണ് സ്റ്റേൺബർഗിന്റേത്. റോബർട്ട് സ്റ്റേൺബർഗ്, അദ്ദേഹത്തിന്റെ ട്രയാർക്കിക് സിദ്ധാന്തം. ട്രയാർക്കിക് 3 എണ്ണമെന്നാണോ? അതെ, പേര് സൂചിപ്പിക്കുന്ന പോലെ 3 തരം ബുദ്ധികളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒന്ന് അനലിറ്റിക്കൽ. അത് നമ്മൾ സാധാരണ പറയുന്ന അക്കാഡമിക് ബുദ്ധിയല്ലേ? പ്രശ്നങ്ങളൊക്കെ വിശകലനം ചെയ്യാനുള്ള കഴിവ്. അതെ, അക്കാഡമിക് ബുദ്ധി. രണ്ടാമത്തേത് ക്രിയേറ്റീവ് ഇന്റലിജൻസ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും പുതിയ സാഹചര്യങ്ങളെ നേരിടാനും വ്യത്യസ്തമായി ചിന്തിക്കാനുമുള്ള കഴിവ്. മൂന്നാമത്തേതാണ് പ്രാക്ടിക്കൽ ഇന്റലിജൻസ്. അതെ, അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാനുമുള്ള കഴിവാണ്. ഒരു തരം സ്ട്രീറ്റ് സ്മാർട്ട്നെസ് അല്ലെങ്കിൽ നാട്ടറിവ് എന്നൊക്കെ പറയാം. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. പുസ്തകത്തിലെ അറിവ് മാത്രമല്ല. അതെ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ്. അപ്പോ ഇത്രയധികം സിദ്ധാന്തങ്ങൾ, സ്പിയർമാന്റെ ജി ഫാക്ടർ മുതൽ ഗാർഡ്നറുടെ 8 ബുദ്ധികളും സ്റ്റേൺബർഗിന്റെ 3 തരം ബുദ്ധിയും വരെ, ഇതിനെയൊക്കെ എങ്ങനെയാണ് ഒരുമിപ്പിക്കാൻ വല്ല ശ്രമങ്ങളും നടന്നിട്ടുണ്ടോ? നല്ല ചോദ്യമാണ്. ഒരുപാട് ആശയങ്ങളുണ്ട്. അവിടെയാണ് വേർണന്റെ ഹയറാർക്കിക്കൽ തിയറി പ്രസക്തമാകുന്നത്. ഹൈറാർക്കിക്കൽ ഒരു ശ്രേണി പോലെയാണോ? അതെ, അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ സ്പിയർമാന്റെ ജി ഫാക്ടറിനെയും തേഴ്സ്റ്റന്റെ ഒന്നിലധികം കഴിവുകളെയും ഒരുമിപ്പിക്കാൻ ശ്രമിച്ചു. ഒരു പിരമിഡ് പോലെ നമുക്ക് സങ്കല്പിക്കാം. ഏറ്റവും മുകളിൽ ഈ പറയുന്ന ജി ഫാക്ടർ, പൊതുവായ ബുദ്ധി. അതിന് താഴെയായിട്ട് കുറച്ചുകൂടി വലിയ ഗ്രൂപ്പുകളായിട്ടുള്ള കഴിവുകൾ. ഉദാഹരണത്തിന് വെർബൽ എഡ്യൂക്കേഷണൽ, വാക് വിദ്യാഭ്യാസപരം, പിന്നെ പ്രാക്ടിക്കൽ മെക്കാനിക്കൽ എന്നിങ്ങനെയുള്ള ഗ്രൂപ്പ് ഫാക്ടറുകൾ. അതിനും താഴെയായിട്ട് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ് ഫാക്ടറുകൾ. പിന്നെ ഏറ്റവും താഴെ, ഏറ്റവും ബേസിക് ലെവലിൽ സ്പിയർമാൻ പറഞ്ഞ എസ് ഫാക്ടറുകൾ, വളരെ സവിശേഷമായ കഴിവുകൾ. കൊള്ളാം. അപ്പോൾ ഇത് പല ആശയങ്ങളെയും ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം പോലെ തോന്നുന്നു. അതെ, അങ്ങനെ ഒരു ശ്രമമാണ്. ഇത് കാണിക്കുന്നത് ബുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എങ്ങനെ പരിണമിച്ചു എന്നാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ എന്താണ് നമുക്ക് ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത്? ബുദ്ധി എന്നത് ഒരു ഒറ്റപ്പെട്ട ഒരു സിമ്പിൾ കാര്യമല്ല. അല്ലേയല്ല. ഒരൊറ്റ ജി ഘടകം എന്ന ആശയം മുതൽ പലതരം കഴിവുകൾ, അനലിറ്റിക്കൽ, ക്രിയേറ്റീവ്, പ്രാക്ടിക്കൽ, പിന്നെ ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസസ് വരെ ഒരുപാട് സിദ്ധാന്തങ്ങൾ നിലവിലുണ്ട്. ശരിയാണ്. ഈ സിദ്ധാന്തങ്ങളാണ് നമ്മൾ കാണുന്ന ഓരോ ഇന്റലിജൻസ് ടെസ്റ്റുകളും എങ്ങനെ രൂപകൽപ്പന ചെയ്യണം, എന്ത് അളക്കണമെന്ന് തീരുമാനിക്കുന്നത്. അതെ, കൃത്യമായി പറഞ്ഞു. ഇത് നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. ഒരു ചിന്ത നിങ്ങൾക്കായി പങ്കുവെക്കട്ടെ? തീർച്ചയായും. നമ്മളിപ്പോ കണ്ടല്ലോ, ബുദ്ധിയെ ഇത്രയധികം വ്യത്യസ്ത തലങ്ങളിൽ നിർവചിക്കാം. അക്കാഡമിക്, പ്രായോഗികം, ക്രിയാത്മകം, സാമൂഹികം, ശാരീരികം, അങ്ങനെ പല രീതിയിൽ. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയുടെ സമഗ്രമായ കഴിവിനെ മനസ്സിലാക്കാൻ ഒരു IQ സ്കോർ പോലെയുള്ള ഒരൊറ്റ അളവുകോലിനെ മാത്രം ആശ്രയിക്കുന്നത് അത് എത്രത്തോളം ശരിയാണ്? അതൊരു നല്ല ചോദ്യമാണ്. ഇത് നമുക്കെല്ലാവർക്കും ആലോചിക്കാവുന്ന ഒന്നാണ്. ഒരു ടെസ്റ്റ് സ്കോർ മാത്രം മതിയോ ഒരാളുടെ കഴിവിനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബുദ്ധിയെ എങ്ങനെ അളക്കാമെന്നതിനെക്കുറിച്ചാണ്. അതെ, ഇന്നത് നമുക്ക് വളരെ സാധാരണമായി തോന്നാം. പക്ഷേ ഈ ചോദ്യത്തിന് ഉത്തരം തേടിയുള്ള ഒരു വലിയ യാത്ര തന്നെയുണ്ട്. ശരിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളും പിന്നെ ഈ ഗവേഷണക്കുറിപ്പുകളുമൊക്കെ വെച്ച് ബുദ്ധിയുടെ അളവുകോലുകൾ എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ ഒരു അവസാനമായപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓരോരുത്തരും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതായത് വ്യക്തിഗത വ്യത്യാസങ്ങൾ അളക്കുന്നതിൽ മനഃശാസ്ത്രജ്ഞർ ശ്രദ്ധിച്ചു തുടങ്ങിയത്. അതിനു മുൻപ് പൊതുവായ തത്വങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ. അതെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് കടന്നാലോ? തീർച്ചയായും. ഈ വ്യക്തിഗത വ്യത്യാസങ്ങൾ അളക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ അത് ഇന്നത്തെ നമ്മൾ കാണുന്ന IQ ടെസ്റ്റുകളിലേക്കൊക്കെ എങ്ങനെയാണ് എത്തിയത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരി, ആദ്യത്തെ ആ പരീക്ഷണങ്ങൾ, പിന്നെ IQ എന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായതുവരെ നമുക്കതൊന്ന് പരിശോധിക്കാം. ഓക്കെ, അപ്പോ ആദ്യമായിട്ട് ഈ രംഗത്തൊരു ശ്രമം നടത്തിയത് ബ്രിട്ടീഷ് ബയോളജിസ്റ്റായ സർ ഫ്രാൻസിസ് ഗാൾട്ടൺ ആണല്ലോ. അതെ, ഗാൾട്ടൺ. അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ കാഴ്ച, കേൾവി, സ്പർശം
അങ്ങനെയുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു വിവേചനം, അതായത് സെൻസറി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും, അതിനുള്ള വളരെ ലളിതമായ ടെസ്റ്റുകളാണ് അദ്ദേഹം നടത്തിയത്. അതെ, അതായത് എത്ര സൂക്ഷ്മമായിട്ട് ഒരാൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നു എന്ന്. അതെ. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ചിന്ത ഈ ഇന്ദ്രിയങ്ങളുടെ കഴിവുകൾ അളന്നാൽ അതുവഴി ബുദ്ധി അളക്കാൻ പറ്റുമെന്നായിരുന്നു. ശരിയാണ്. ഇന്നോർക്കുമ്പോ കുറച്ച് വ്യത്യസ്തമായി തോന്നാമല്ലേ? ആണ്. ചൂട്, തണുപ്പ്, വേദന ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് അത് ബുദ്ധിയുള്ളവരെയും പിന്നെ മാനസികമായി അല്പം പിന്നോക്കം നിൽക്കുന്നവരെയും വേർതിരിക്കുമെന്ന് ഗാൾട്ടൺ വിശ്വസിച്ചു. ഓക്കെ. ആദ്യത്തെ ആ പരീക്ഷണങ്ങൾ, പിന്നെ IQ എന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടായതുവരെ നമുക്കതൊന്ന് പരിശോധിക്കാം. ഓക്കെ. അപ്പോ ആദ്യമായിട്ട് ഈ രംഗത്തൊരു ശ്രമം നടത്തിയത് ബ്രിട്ടീഷ് ബയോളജിസ്റ്റായ സർ ഫ്രാൻസിസ് ഗാൾട്ടൺ ആണല്ലോ. അതെ, ഗാൾട്ടൺ. അദ്ദേഹം എന്താണ് ചെയ്തത്? ഈ കാഴ്ച, കേൾവി, സ്പർശം അങ്ങനെയുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, അതിന്റെ ഒരു വിവേചനം, അതായത് സെൻസറി ഡിസ്ക്രിമിനേഷൻ എന്ന് പറയും, അതിനുള്ള വളരെ ലളിതമായ ടെസ്റ്റുകളാണ് അദ്ദേഹം നടത്തിയത്. അതെ, അതായത് എത്ര സൂക്ഷ്മമായിട്ട് ഒരാൾക്ക് കാര്യങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നു എന്ന്. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ചിന്ത ഈ ഇന്ദ്രിയങ്ങളുടെ കഴിവുകൾ അളന്നാൽ അതുവഴി ബുദ്ധി അളക്കാൻ പറ്റുമെന്നായിരുന്നു. ശരിയാണ്. ഇന്നോർക്കുമ്പോ കുറച്ച് വ്യത്യസ്തമായി തോന്നാമല്ലേ? ആണ്. ചൂട്, തണുപ്പ്, വേദന ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് അത് ബുദ്ധിയുള്ളവരെയും പിന്നെ മാനസികമായി അല്പം പിന്നോക്കം നിൽക്കുന്നവരെയും വേർതിരിക്കുമെന്ന് ഗാൾട്ടൺ വിശ്വസിച്ചു. ഓക്കെ. 100 ആയപ്പോൾ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ജെയിംസ് മക്കീൻ കാറ്റൽ അദ്ദേഹമാണ് ഈ മെന്റൽ ടെസ്റ്റ് എന്നൊരു വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. മെന്റൽ ടെസ്റ്റ്. പക്ഷെ അദ്ദേഹം അളന്ന കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമായിരുന്നില്ലേ? ആയിരുന്നു. പേശീബലം, പിന്നെ ചലനങ്ങളുടെ വേഗത, വേദനയോടുള്ള സംവേദനക്ഷമത, കാഴ്ച, കേൾവി, ഭാരം തിരിച്ചറിയൽ, പിന്നെ റിയാക്ഷൻ ടൈം, ഓർമ്മ, അങ്ങനെ കുറേ കാര്യങ്ങൾക്കുള്ള ടെസ്റ്റുകളാണ് അദ്ദേഹം വിവരിച്ചത്. അപ്പൊ മെന്റൽ എന്ന് പേരുണ്ടെങ്കിലും കുറച്ചുകൂടി ശാരീരികമായ കാര്യങ്ങൾക്കാണ് ഊന്നൽ കൊടുത്തതെന്ന് പറയാം. അതെ, ഒരു പരിധിവരെ അങ്ങനെ പറയാം. ശരി. ഇവിടെയാണ് ഒരു പ്രധാനപ്പെട്ട മാറ്റം വരുന്നത്. ആൽഫ്രഡ് ബിനെ വരുമ്പോഴാണ് അല്ലേ? 1857 തൊട്ട് 1911 വരെ ജീവിച്ചിരുന്ന വ്യക്തി. അതെ, ബിനെ ഫ്രാൻസില്. ഫ്രഞ്ച് ഗവൺമെന്റ് അദ്ദേഹത്തോടൊരാവശ്യം പറഞ്ഞു. അതായത് സ്കൂളിൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ തിരിച്ചറിയാൻ ഒരു ടെസ്റ്റ് ഉണ്ടാക്കണമെന്ന്. ഒരു പ്രായോഗിക ആവശ്യം. അതോടെയാണ് ഫോക്കസ് മാറിയത്. ഗാൾട്ടണും കാറ്റലും ശ്രദ്ധിച്ച ആ ഇന്ദ്രിയ ശാരീരിക കാര്യങ്ങളിൽ നിന്ന് മാറി കൂടുതൽ സങ്കീർണമായ മാനസിക കഴിവുകളിലേക്ക് ശ്രദ്ധ വന്നു. ശരിയാണ്. ഓർമ്മ, ഭാവന, ശ്രദ്ധ, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ് അഥവാ കോംപ്രിഹെൻഷൻ, പിന്നെ സൗന്ദര്യബോധം, ധാർമ്മിക ബോധം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ. അതോടൊപ്പം പേശീബലം, ചലനശേഷി, കൈയും കണ്ണും തമ്മിലുള്ള ഏകോപനം അതുമുണ്ടായിരുന്നു. പക്ഷേ ഊന്നൽ മാറിയത് ഈ ഉയർന്ന മാനസിക കഴിവുകളിലേക്കാണ്. തീർച്ചയായും. അദ്ദേഹം ഡോക്ടർ തിയോഡോർ സൈമണുമായിട്ട് ചേർന്ന് 1905 ഒരു സ്കെയിൽ പ്രസിദ്ധീകരിച്ചു. അതാണ് ബിനെ സൈമൺ സ്കെയിൽ. ബിനെ സൈമൺ സ്കെയിൽ. ആ 1905 സ്കെയിൽ അത് ഇന്നത്തെ സ്കെയിലുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആണ്. അതിൽ 30 ഐറ്റംസ് ആയിരുന്നു. പാസ് ഫെയിൽ രീതിയിലുള്ള 30 കാര്യങ്ങൾ. ഓക്കെ. ചില ജോലികൾ പൂർത്തിയാക്കാൻ മാനസിക കഴിവും വേണം, ചിലതിന് ശാരീരിക കഴിവും വേണമായിരുന്നു. പക്ഷെ പ്രധാന മുന്നേറ്റം എന്താണെന്ന് വെച്ചാൽ ആ ജോലികളുടെ സങ്കീർണത കൂടി, അളന്ന മാനസിക കഴിവുകളുടെ വ്യാപ്തിയും കൂടി. പിന്നെ ലാബിൽ വെച്ചോ അല്ലെങ്കിൽ ശരീരത്തിന്റെ അളവുകൾ എടുത്തോ അല്ലാതെ ഒരു ക്ലിനിക്കൽ ഇന്റർവ്യൂ പോലെ ഒരാളോട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യിപ്പിച്ച് ബുദ്ധി അളക്കാൻ പറ്റി എന്നതൊരു വലിയ മാറ്റമായിരുന്നു. അതൊരു പ്രധാന പോയിന്റാണ്. പിന്നെ ഈ സ്കെയിലിന്റെ മറ്റ് സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? ഒന്ന്, ടെസ്റ്റ് നടത്താൻ കർശനമായ രീതികൾ, സ്ട്രിക്റ്റ് അഡ്മിനിസ്ട്രേഷൻ. പിന്നെ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള മാനദണ്ഡങ്ങൾ, അതായത് ഏജ് ഗ്രേഡഡ് നോംസ്. പ്രായത്തിനനുസരിച്ചുള്ള നിലവാരം. അതെ. പിന്നെ ചോദ്യങ്ങൾ എളുപ്പമുള്ളതിൽ നിന്ന് തുടങ്ങി പതുക്കെ പ്രയാസമുള്ളതിലേക്ക് ക്രമീകരിച്ചു. റാങ്ക് ഓർഡർ ഓഫ് ഐറ്റംസ്. ശരി. ഏറ്റവും പ്രധാനമായിട്ട് മാനസിക വയസ്സ് എന്നൊരാശയം വന്നു. അതെ, മെന്റൽ ഏജ്. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണല്ലോ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ലളിതമായി പറഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 വയസ്സുള്ള കുട്ടി ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ശരാശരി 12 വയസ്സുള്ള കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ യഥാർത്ഥ വയസ്സ് 10 ആണെങ്കിലും മാനസിക വയസ്സ് 12 കണക്കാക്കും. ഓക്കെ. ബുദ്ധിയെ പ്രായവുമായി ബന്ധപ്പെടുത്തി അളക്കാനുള്ള ഒരു വഴി. അതെ.
ഈ സ്കെയിൽ പിന്നെയും പരിഷ്കരിച്ചു. 1911 ഒരു പരിഷ്കരണം വന്നു. അതില് മുതിർന്നവരെയും ഉൾപ്പെടുത്തി. ഓരോ പ്രായക്കാർക്കും 5 ചോദ്യങ്ങൾ വീതം ചേർത്തു. എന്തൊക്കെ കഴിവുകളാണ് അപ്പോൾ ലക്ഷ്യമിട്ടത്? ഭാഷ, കേൾവി, കാഴ്ച, പഠനം, ഓർമ്മ, പ്രശ്നപരിഹാരം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി. ഇതിനു ശേഷമാണല്ലോ അമേരിക്കയിലേക്ക് ഈ ടെസ്റ്റ് എത്തുന്നത്. അതെ. 1916 സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ലൂയിസ് ടെർമൻ അദ്ദേഹം ഈ ബിനെയുടെ സ്കെയിലിനെ കാര്യമായിട്ട് പരിഷ്കരിച്ചു. ഇതിന് കുറച്ചുകൂടി സമഗ്രമായ പരിഷ്കരണമുണ്ടായിരുന്നു. ടെസ്റ്റ് നടത്താനുള്ള രീതികളൊക്കെ കൂടുതൽ സ്റ്റാൻഡർഡൈസ് ചെയ്തു. നല്ല വിശദമായ ഒരു മാനുവൽ ഒക്കെ ഉണ്ടായിരുന്നു. ഈ ടെർമാന്റെ സ്കെയിലിൽ മറ്റൊരു പ്രധാനപ്പെട്ട ആശയം കൂടി വന്നില്ലേ? വന്നു. അതാണ് IQ അഥവാ ഇന്റലിജൻസ് കോഷ്യന്റ്. ഇന്റലിജൻസ് കോഷ്യന്റ്. ഈ ആശയം ശരിക്കും 1912 സ്റ്റേൺ എന്നൊരാളാണ് മുന്നോട്ട് വെച്ചത്. ടെർമാൻ അത് തന്റെ സ്കെയിലിൽ ഉൾപ്പെടുത്തി. എങ്ങനെയാണ് ഈ IQ കണക്കാക്കിയിരുന്നത്? ഒരാളുടെ മാനസിക വയസ്സ്, അതായത് മെന്റൽ ഏജ് MA, അതിനെ അയാളുടെ യഥാർത്ഥ വയസ്സ് ക്രോണോളജിക്കൽ ഏജ് CA കൊണ്ട് ഹരിക്കുക. എന്നിട്ട് കിട്ടുന്ന സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഫോർമുല IQ = MA/CA × 100. അതെ. ആ 100 കൊണ്ട് ഗുണിക്കുന്നത് ദശാംശ സംഖ്യകൾ ഒഴിവാക്കാനും താരതമ്യം ചെയ്യാനൊക്കെ എളുപ്പത്തിനാണ്. ഓക്കെ. അപ്പോൾ വ്യക്തിഗതമായി ബുദ്ധി അളക്കാനുള്ള നല്ല സ്റ്റാൻഡേർഡൈസ്ഡ് ടൂളുകളുണ്ടായി. പക്ഷെ പിന്നീടൊരു സാഹചര്യം വന്നപ്പോൾ ഇതിന് വേറൊരു രൂപം കൈവരിക്കേണ്ടി വന്നു, അല്ലേ? ഒന്നാലോണ്ട് മഹായുദ്ധകാലത്ത്. ശരിയാണ്. 1917 അമേരിക്ക യുദ്ധത്തിൽ പങ്കുചേർന്നപ്പോൾ സൈന്യത്തിലേക്ക് ഒരുപാട് പേരെ വേഗത്തിലെടുക്കേണ്ടി വന്നു. ആയിരക്കണക്കിന് ആളുകൾ. അതെ. അവരെ പെട്ടെന്ന് പല ജോലികൾക്കായി തരംതിരിക്കണം. അവിടെയാണ് റോബർട്ട് എം യർക്കസ് നേതൃത്വത്തിലുള്ള അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ കമ്മിറ്റി ഈ ഇന്റലിജൻസ് ടെസ്റ്റുകൾ ഉപയോഗിക്കാമെന്ന് നിർദ്ദേശിക്കുന്നത്. പക്ഷേ ഓരോരുത്തരെയായി ഈ സ്റ്റാൻഫോർഡ് ബിനെ വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ല. സമയം ഒരുപാടെടുക്കും. അപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരുപാട് പേരെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാനുള്ള വഴികൾ വേണമായിരുന്നു. അങ്ങനെയാണ് ഗ്രൂപ്പ് ടെസ്റ്റുകൾ വരുന്നത്. അതെ. അമേരിക്കൻ ആർമി സൈക്കോളജിസ്റ്റുകൾ പ്രധാനമായും 2 ഗ്രൂപ്പ് ടെസ്റ്റുകൾ ഉണ്ടാക്കി. ഒന്ന് ആർമി ആൽഫ. അതൊരു ഭാഷാ പരീക്ഷണമായിരുന്നു, അല്ലേ? ലാംഗ്വേജ് ടെസ്റ്റ്. അതെ. എഴുത്തും വായനയും അറിയുന്നവർക്ക് വേണ്ടിയുള്ളത്. സൈന്യത്തിൽ വരുന്ന എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവണമെന്നില്ലല്ലോ. ശരിയാണ്. അപ്പോ അങ്ങനെയുള്ളവർക്കായിട്ട് ഭാഷ ആവശ്യമില്ലാത്ത ചിത്രങ്ങളും മറ്റു പ്രവർത്തികളുമൊക്കെയുള്ള ഒരു ടെസ്റ്റ് ഉണ്ടാക്കി. അതാണ് ആർമി ബീറ്റ, ഒരു നോൺ ലാംഗ്വേജ് പെർഫോമൻസ് ടെസ്റ്റ്. ഓക്കെ. അപ്പൊ ആൽഫയും ബീറ്റയും സൈനികരെ അവരുടെ കഴിവിനനുസരിച്ച് വേർതിരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. അതെ. ലക്ഷക്കണക്കിന് ആളുകളെയാണ് അക്കാലത്ത് ഈ ടെസ്റ്റുകൾ ഉപയോഗിച്ച് സ്ക്രീൻ ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് കണ്ടത് വളരെ ലളിതമായ ഇന്ദ്രിയ പരീക്ഷണങ്ങളിൽ നിന്ന് തുടങ്ങി. ഗാൾട്ടന്റെ ആ പരീക്ഷണങ്ങൾ. അതെ. അവിടെ നിന്ന് കൂടുതൽ സങ്കീർണമായ മാനസിക കഴിവുകൾ അളക്കുന്ന ബിനെയുടെ രീതികളിലേക്കും, പിന്നെ മാനസിക വയസ്സ് എന്ന ആശയത്തിലേക്കും, പിന്നീട് IQ എന്ന സംഖ്യാപരമായ ഒരു അളവുകോലിലേക്കും, സ്റ്റാൻഫോർഡ് ബിനെ വഴി ഒടുവിൽ ഒരുപാട് പേരെ ഒരുമിച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഗ്രൂപ്പ് ടെസ്റ്റുകളായ ആർമി ആൽഫ, ബീറ്റ എന്നിവയിലേക്കും എത്തിയ ഒരു വലിയ യാത്രയാണ്. ശരിയാണ്. ഒരു നൂറ്റാണ്ട് കൊണ്ടുവന്ന വലിയ മാറ്റങ്ങൾ. ഈ ഒരു ചരിത്രം അറിഞ്ഞാൽ ബുദ്ധിയെ അളക്കാനുള്ള ശ്രമങ്ങൾ കാലക്രമേണ എങ്ങനെയാണ് വികസിച്ചതെന്നും ഇന്നത്തെ ടെസ്റ്റുകളുടെയൊക്കെ ഒരു അടിസ്ഥാനം എവിടെയാണ് തുടങ്ങിയതെന്നും നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. തീർച്ചയായും. ഈ ചരിത്രം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഒന്നാലോചിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. പറയൂ. ഈ ആദ്യകാല പരീക്ഷണങ്ങളും അന്നത്തെ ആശയങ്ങളും അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളുമൊക്കെ ബുദ്ധിയെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ധാരണകളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാവാം? അതൊരു നല്ല ചോദ്യമാണ്. പിന്നെ വ്യക്തിഗത വ്യത്യാസങ്ങൾ കൃത്യമായി അളക്കുന്നതിൽ ഇന്നും നമ്മൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാവാം? ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് തുടർന്നും ചിന്തിക്കാവുന്നതാണ്. ഇന്റലിജൻസ് ടെസ്റ്റ്സ് അഥവാ ബുദ്ധിശക്തി അളക്കുന്ന പരീക്ഷകളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഈ ലേഖനങ്ങളിലെ വിവരങ്ങളിലേക്ക് നമുക്കൊന്ന് ആഴ്ന്നിറങ്ങാം. എന്തൊക്കെയാണ് ഈ ടെസ്റ്റുകൾ? എങ്ങനെയൊക്കെയാണ് ഇതിനെ വേർതിരിച്ചിരിക്കുന്നത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം, അല്ലേ? തീർച്ചയായും. പല കാര്യങ്ങൾക്കും, ഇപ്പോൾ ഒരു ജോലിക്കോ അല്ലെങ്കിൽ പഠനത്തിനോ എന്തിന് ആളുകളെ മനസ്സിലാക്കാൻ പോലും ഈ ടെസ്റ്റുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ പരീക്ഷയും ബുദ്ധിയെ സമീപിക്കുന്നത് പല രീതിയിലാണ്. അതെ അതെ. എന്തുകൊണ്ടാണ് ഇത്ര വ്യത്യാസം, ഇത്ര വൈവിധ്യം എന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെ നടത്തുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ശരിയാണ്. അതിലൊന്ന് വ്യക്തിഗത പരീക്ഷകൾ, അതായത് ഇൻഡിവിജ്വൽ ടെസ്റ്റ്സ്. ഇൻഡിവിജ്വൽ ടെസ്റ്റ്സ്. അതെ.
പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു സമയം ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ടെസ്റ്റ്. ഇതിന് കൂടുതൽ ശ്രദ്ധയും സമയവും ഒക്കെ വേണം. ഉദാഹരണത്തിന് സൈമൺ ബിണക് ടെസ്റ്റ് ഒരു നല്ല ഉദാഹരണമാണ്. രണ്ടാമത്തേത് ഗ്രൂപ്പ് ടെസ്റ്റുകൾ. ഗ്രൂപ്പ്, അപ്പോൾ ഒന്നിലധികം ആളുകൾക്ക്. അതെ, ഒരു കൂട്ടം ആളുകൾക്ക് ഒരേ സമയം നൽകാം. ഇത് പെട്ടെന്ന് ഒരുപാട് പേരെ ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കും. ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് അമേരിക്കൻ സൈന്യത്തിന് ഒരുപാട് പേരെ വേഗത്തിൽ ക്ലാസിഫൈ ചെയ്യേണ്ടി വന്നു. അതെ, അപ്പോഴാണ് ഈ ആർമി ആൽഫ ടെസ്റ്റും. അതെ, ആർമി ആൽഫ വായിക്കാനും എഴുതാനും അറിയുന്നവർക്ക്. പിന്നെ ആർമി ബീറ്റ അത് നിരക്ഷരർക്കും ഇംഗ്ലീഷ് അത്ര വശമില്ലാത്തവർക്കും വേണ്ടിയുള്ളതായിരുന്നു. അപ്പോൾ ഈ ഗ്രൂപ്പ് ടെസ്റ്റുകൾ അന്നാണ് ശരിക്കും വ്യാപകമായത്. കാര്യക്ഷമത കൂട്ടി. ശരി. അപ്പോൾ അതാണ് ആദ്യത്തെ തരംതിരിവ്. ഇനി രണ്ടാമത്തത് പരീക്ഷയിലെ ചോദ്യങ്ങളുടെ ഒരു സ്വഭാവം അനുസരിച്ചാണല്ലോ. അതെ, വെർബൽ ടെസ്റ്റുകൾ, പിന്നെ നോൺ വെർബൽ അല്ലെങ്കിൽ പെർഫോമൻസ് ടെസ്റ്റുകൾ. എന്താണ് ഇതിലെ വ്യത്യാസം? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെർബൽ ടെസ്റ്റുകൾ, അതിനെ പേപ്പർ പെൻസിൽ ടെസ്റ്റ് എന്നും പറയാം. ഇതിൽ ചോദ്യങ്ങൾ പ്രധാനമായും വാക്കുകളിലൂടെയോ എഴുത്തിലൂടെയോ ഒക്കെയാണ്. അതുകൊണ്ട് ടെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ആ ഭാഷ നന്നായിട്ട് അറിയണം, വായിക്കാനും മനസ്സിലാക്കാനും പറ്റണം. ശരിയാണ്. എന്നാൽ പെർഫോമൻസ് ടെസ്റ്റുകൾ അങ്ങനെയല്ല. അവിടെ ഭാഷയുടെ ഉപയോഗം വളരെ കുറവായിരിക്കും, ചിലപ്പോൾ ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ? പകരം ചിലപ്പോൾ ചിത്രങ്ങൾ പൂർത്തിയാക്കാനാവും പറയുക, അല്ലെങ്കിൽ തന്നിട്ടുള്ള ബ്ലോക്കുകൾ വെച്ചൊരു ഡിസൈൻ ഉണ്ടാക്കാൻ, അതുമല്ലെങ്കിൽ കുറച്ച് സാധനങ്ങൾ ശരിയായ ക്രമത്തിൽ വെക്കാൻ, അങ്ങനെയുള്ള പ്രവൃത്തികളാവും ടാസ്കുകൾ. അപ്പൊ ഭാഷാപരിചയം ഇല്ലാത്തവർക്കും ഇത് ചെയ്യാൻ പറ്റും. അതെ, അതാണ് അതിൻ്റെ ഒരു ഗുണം. സാക്ഷരത ഇല്ലാത്തവർ, ചെറിയ കുട്ടികൾ, ചിലപ്പോൾ സംസാരശേഷിക്ക് പരിമിതിയുള്ളവർ, അല്ലെങ്കിൽ വേറെ ഭാഷ സംസാരിക്കുന്നവർ, ഇവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. പിന്നെ ചില പെർഫോമൻസ് ടെസ്റ്റുകൾ ഒരു പ്രത്യേക സംസ്കാരത്തിന് മുൻതൂക്കം കൊടുക്കാത്ത രീതിയിലുണ്ടാക്കാൻ ശ്രമിക്കാനുണ്ട്. കൾച്ചർ ഫെയർ ടെസ്റ്റുകൾ. അതെ, കൾച്ചർ ഫെയർ ടെസ്റ്റുകൾ എന്ന് പറയും. എന്നുവെച്ചാൽ പല നാട്ടിലുള്ളവർക്കും ഏതാണ്ട് ഒരുപോലെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഒരു ടെസ്റ്റ് പൂർണ്ണമായും കൾച്ചർ ഫെയർ ആകുമോ എന്നുള്ളത് അതൊരു ചർച്ചാ വിഷയം തന്നെയാണ് കേട്ടോ. ശരിയാണ്. അപ്പൊ ഈ തരംതിരിവുകൾ നമ്മൾ കണ്ടു. ഇനി പ്രധാനപ്പെട്ട ചില ഇന്റലിജൻസ് സ്കെയിലുകളിലേക്ക് വരാം. അതിൽ ആദ്യത്തേത് സ്റ്റാൻഫോർഡ് ബിനെറ്റ് ടെസ്റ്റ്. ഇത് വളരെ പഴയതും പ്രശസ്തവുമാണെന്ന് തോന്നുന്നു. അതെ, ഇതിനൊരു ചരിത്രമുണ്ട്. ഫ്രാൻസിൽ ആൽഫ്രഡ് ബിനെയും തിയോഡോർ സൈമണും തുടങ്ങിയ ടെസ്റ്റിനെ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ലൂയിസ് ടെർമൻ പരിഷ്കരിച്ചെടുത്തു. അങ്ങനെയാണ് സ്റ്റാൻഫോർഡ് ബിനെറ്റ് എന്ന പേര് വന്നത്. ഇതിന് പല പതിപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. 1937 ടെർമനും മെറിലും ചേർന്ന് പരിഷ്കരിച്ചു. പിന്നെ 1960 ഫോം LM വന്നു. 1986 SB4 വന്നു. ഇപ്പോൾ നിലവിലുള്ളത് SB5, അതായത് 5ാം പതിപ്പാണ്. SB5. ഈ SB5 ഏത് സിദ്ധാന്തത്തെയാണ് അടിസ്ഥാനമാക്കുന്നത്? SB5 പ്രധാനമായും കാറ്റൽ ഹോൺ കാരോൾ തിയറി, അതായത് കാറ്റൽ ഹോൺ കാരോൾ തിയറി അഥവാ CHC തിയറി, അതിനെ ബേസ് ചെയ്തിട്ടാണ്. CHC തിയറി. അപ്പോ അതനുസരിച്ച് എന്തൊക്കെ ഘടകങ്ങളാണ് ഈ SB5 അളക്കുന്നത്? പ്രധാനമായും 5 ഘടകങ്ങളാണ് SB5 നോക്കുന്നത്. 1. ഫ്ലൂയിഡ് റീസണിംഗ്. അതെ, പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ യുക്തി ഉപയോഗിച്ച് പരിഹരിക്കാനുള്ള കഴിവ്. 2. നോളജ്, അതായത് നമ്മൾ ആർജിച്ച അറിവുകൾ. 3. ക്വാണ്ടിറ്റേറ്റീവ് റീസണിംഗ്, കണക്കുകൾ ഉപയോഗിച്ചുള്ള യുക്തി. 4. വിഷ്വൽ സ്പേഷ്യൽ പ്രോസസ്സിംഗ്, രൂപങ്ങളെയും സ്ഥലങ്ങളെയുമൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ്. 5ാമത്തേത് വർക്കിംഗ് മെമ്മറി, അതായത് വിവരങ്ങൾ ഓർമ്മയിൽ നിർത്തി അതനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ്. ഈ 5 കാര്യങ്ങൾ. അതെ, ഇതിൽ വെർബൽ ചോദ്യങ്ങളും ഉണ്ടാവും, നോൺ വെർബൽ ചോദ്യങ്ങളും ഉണ്ടാവും. നോൺ വെർബൽ ഭാഗത്തിന് SB5 നല്ല പ്രാധാന്യമുണ്ട്. ഇതിന്റെ സ്കോറിംഗ് എങ്ങനെയാണ്? IQ സ്കോർ ആണോ? അതെ, പക്ഷെ ഇവിടെ സാധാരണയായി ഡീവിയേഷൻ IQ ആണ് ഉപയോഗിക്കുന്നത്. ഡീവിയേഷൻ IQ, അതായത് ഒരാളുടെ സ്കോറിനെ അയാളുടെ അതേ പ്രായത്തിലുള്ള മറ്റുള്ളവരുടെ ശരാശരി പ്രകടനവുമായി താരതമ്യം ചെയ്യുന്നു. ഇതിൽ ശരാശരി സ്കോർ എപ്പോഴും 100 ആയിരിക്കും. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടാവും. അത് സാധാരണയായി 15ഓ 16ഓ ആയിരിക്കും. മനസ്സിലായി. അപ്പോൾ അടുത്ത പ്രധാനപ്പെട്ട സ്കെയിൽ വെക്സ്ലർ സ്കെയിലുകളാണല്ലേ? ഇതും ഒരുപാട് കേട്ടിട്ടുണ്ട്. തീർച്ചയായും. ഡേവിഡ് വെക്സ്ലർ 1939
ആദ്യത്തെ സ്കെയിൽ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട് ബുദ്ധി എന്ന് പറഞ്ഞാൽ അത് വെറും അക്കാഡമിക് കഴിവ് മാത്രമല്ല. ഓ അതെ, ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കാനും യുക്തിയോടെ ചിന്തിക്കാനും ചുറ്റുമുള്ള സാഹചര്യങ്ങളെ നന്നായി നേരിടാനുമുള്ള ഒരു മൊത്തത്തിലുള്ള കഴിവാണ് ബുദ്ധിയെന്നായിരുന്നു വെക്സ്ലറുടെ നിർവചനം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ നിർവചനം. അതെ, അതുകൊണ്ട് അദ്ദേഹം പ്രായത്തിനനുസരിച്ച് വ്യത്യസ്ത സ്കെയിലുകൾ ഉണ്ടാക്കി. മുതിർന്നവർക്കായി WAIS, WAIS, സ്കൂൾ കുട്ടികൾക്ക് WISC, വെക്സ്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ. പിന്നെ പ്രീ സ്കൂൾ കുട്ടികൾക്കായിട്ട് WPPSI, വെക്സ്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിൽ ഓഫ് ഇന്റലിജൻസ്. പല പ്രായക്കാർക്കും പ്രത്യേകം ടെസ്റ്റുകൾ. അതെ, ഏറ്റവും പുതിയ വൈസ്, അതായത് വൈസ് 4, 2008 പുറത്തിറങ്ങിയത്. ഈ വൈസ് 4 എങ്ങനെയാണ് ബുദ്ധി അളക്കുന്നത്? സ്റ്റാൻഫോർഡ് ബിനെറ്റിൽ നിന്ന് ഇതിന് കാര്യമായ വ്യത്യാസമുണ്ടോ? വൈസ് 4 പ്രധാനമായും 4 സൂചികകൾ ഇൻഡെക്സ് സ്കോർസ് തരുന്നുണ്ട്. ഒന്ന് വെർബൽ കോംപ്രിഹെൻഷൻ ഇൻഡെക്സ്, VCI. ഇത് വാക്കുകൾ ഉപയോഗിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശദീകരിക്കാനുമുള്ള കഴിവാണ്. 2 പെർസെപ്ച്വൽ റീസണിംഗ് ഇൻഡെക്സ്, PRI. ഇത് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, അതായത് ദൃശ്യപരമായ വിവരങ്ങൾ വിശകലനം ചെയ്യാനും അതിലൂടെ പ്രശ്നം പരിഹരിക്കാനുമുള്ള കഴിവാണ്. 3 വർക്കിംഗ് മെമ്മറി ഇൻഡെക്സ്, WMI. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മയിൽ വിവരങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. WMI. 4 പ്രോസസ്സിംഗ് സ്പീഡ് ഇൻഡെക്സ്, PSI. എത്ര വേഗത്തിൽ വിവരങ്ങൾ ഗ്രഹിച്ചു പ്രതികരിക്കാൻ കഴിയുന്നു എന്നുള്ളത്. ഈ 4 ഇൻഡെക്സുകൾ. അതെ, ഈ 4 കൂടി ചേർന്നാണ് ഫുൾ സ്കെയിൽ IQ, FSIQ കിട്ടുന്നത്. ഓക്കെ, FSIQ. സ്റ്റാൻഫോർഡ് ബിനെറ്റ് പോലെ തന്നെ ഇവിടെയും ഡീവിയേഷൻ IQ ആണ്. ശരാശരി 100, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 15. ഇതിലെ പ്രധാന വ്യത്യാസം എന്താണ്? ഒരു പ്രധാന വ്യത്യാസം, വെക്സ്ലർ തുടക്കം മുതലേ വെർബൽ സ്കോറുകളും പെർഫോമൻസ് സ്കോറുകളും വേർതിരിച്ച് നൽകുന്നതിൽ ശ്രദ്ധിച്ചിരുന്നു. ഇത് ഒരാളുടെ കഴിവുകളുടെ ശക്തിയും ദൗർബല്യവും മനസ്സിലാക്കാൻ കൂടുതൽ സഹായിച്ചു. ശരി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അവസാനമായി കോഫ്മൻ അസസ്മെന്റ് സ്കെയിലുകളെക്കുറിച്ചും ഇവിടെ പറയുന്നുണ്ടല്ലോ. KABC2 എന്നൊരു ടെസ്റ്റ്. അതെ, KABC2, അതായത് കോഫ്മൻ അസസ്മെന്റ് ബാറ്ററി ഫോർ ചിൽഡ്രൻ, 2nd എഡിഷൻ. ഇത് 3 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. 2004 ഇറങ്ങിയതാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ ഒരു വലിയ പ്രത്യേകത, ഇത് 2 പ്രധാനപ്പെട്ട സൈദ്ധാന്തിക മോഡലുകളെ അടിസ്ഥാനമാക്കുന്നു എന്നതാണ്. 2 മോഡലുകളോ? അതെ, ഒന്ന് ലൂറിയയുടെ ന്യൂറോ സൈക്കോളജിക്കൽ മോഡൽ. തലച്ചോറ് വിവരങ്ങൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത് എന്നതിനാണ് ലൂറിയയുടെ മോഡൽ ഊന്നൽ കൊടുക്കുന്നത്. 2 നമ്മൾ നേരത്തെ പറഞ്ഞ CHC മോഡൽ. അത് ബുദ്ധിയുടെ ഘടനയ്ക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോ ടെസ്റ്റ് ചെയ്യുന്നയാൾക്ക് ഇതിൽ ഏതു വേണമെന്ന് തിരഞ്ഞെടുക്കാവോ? അതെ, അതാണ് ഇതിലെ രസകരമായ കാര്യം. പരീക്ഷ നടത്തുന്ന സൈക്കോളജിസ്റ്റിന് കുട്ടിയുടെ ആവശ്യം എന്താണോ അതനുസരിച്ച് ഈ 2 മോഡലുകളിൽ ഏത് അടിസ്ഥാനമാക്കിയുള്ള സ്കോറാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. അത് കൊള്ളാമല്ലോ. KBCI2 പല കഴിവുകളും അളക്കുന്നുണ്ട്. ഉദാഹരണത്തിന് പഠനം, ലേണിംഗ്, ഓർമ്മ, പ്രത്യേകിച്ച് സീക്വൻഷ്യൽ പ്രോസസ്സിംഗ് അഥവാ കാര്യങ്ങൾ ക്രമമായി ഓർത്തെടുക്കാനുള്ള കഴിവ്, GSM. സീക്വൻഷ്യൽ പ്രോസസ്സിംഗ്. പിന്നെ സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗ് അഥവാ കാര്യങ്ങളെ ഒരുമിച്ച് ഒരു ചിത്രമായി മനസ്സിലാക്കാനുള്ള കഴിവ്, വിഷ്വലൈസേഷൻ. പ്ലാനിംഗ്, പിന്നെ അറിവ്, നോളജ്, GC. അപ്പോൾ ഒരു കുട്ടിക്ക് പഠനവൈകല്യം ഉണ്ടോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷേ ലൂറിയയുടെ മോഡൽ അടിസ്ഥാനമാക്കിയുള്ള സ്കോറുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തേക്കാം. കാരണം അത് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്ന രീതിക്കാണ് ഊന്നൽ നൽകുന്നത്. വളരെ വ്യക്തമായി. അപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്തതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്. ബുദ്ധിയെ അളക്കാൻ ഒരൊറ്റ വഴിയോ ഒരൊറ്റ ടെസ്റ്റോ അല്ല ഉള്ളത്. ഒരുപാട് സമീപനങ്ങളുണ്ട്, പലതരം പരീക്ഷകളുണ്ട്. അതെ, ഓരോന്നിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളും ഘടനയുമുണ്ട്. കൃത്യമാണ്. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ടെസ്റ്റുകളെല്ലാം ഒരു വ്യക്തിയുടെ കഴിവിന്റെ ചില വശങ്ങൾ മാത്രമാണ് അളക്കുന്നത്. അതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ. ശരിയാണ്. ഒരു IQ സ്കോർ മാത്രം വെച്ച് ഒരാളെ മുഴുവനായി വിലയിരുത്താൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല. ആ സ്കോറ് ഒരു സൂചന മാത്രമാണ്. അതിനെ എപ്പോഴും മറ്റു വിവരങ്ങളുടെ കൂടെ, ആ വ്യക്തിയെക്കുറിച്ചുള്ള മറ്റു നിരീക്ഷണങ്ങളുടെ കൂടെയൊക്കെ ചേർത്ത് വെച്ച് വേണം വ്യാഖ്യാനിക്കാൻ. ഈ സ്കോറുകൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ കേട്ടതിൽ നിന്നൊരു ചിന്ത വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ടെസ്റ്റുകളൊന്നും അളക്കാത്ത
എന്നാൽ നമ്മുടെയൊക്കെ ജീവിത വിജയത്തിൽ ഒരുപക്ഷെ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന കഴിവുകൾ വേറെയില്ലേ? എന്തായിരിക്കും അത്? അതൊരു നല്ല ചോദ്യമാണല്ലേ. നമ്മളിന്ന് ഇന്റലിജൻസ് അളക്കുന്നതിനെക്കുറിച്ചാണ് അല്ലേ? അതെ. പ്രധാനമായും സ്റ്റാൻഡേർഡ് സ്കോറുകൾ, സ്കെയിൽഡ് സ്കോറുകൾ, പിന്നെ ഈ കൗഫ്മൻ സ്കെയിലുകൾ. നമ്മുടെ കയ്യിലുള്ള കുറിപ്പുകളിൽ KBC2, KAIT എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്കോറുകൾ എങ്ങനെയാണ് ശരിക്കും പ്രവർത്തിക്കുന്നത്? ഈ ടെസ്റ്റുകൾ എന്തിനാണ്? അതൊന്ന് വിശദമായി നോക്കാം. തീർച്ചയായും. നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് സ്കോറുകളിൽ തുടങ്ങാം. ഈ KABC2, അതായത് കുട്ടികൾക്കുള്ള കൗഫ്മൻ അസസ്മെന്റ് ബാറ്ററി, അതിന്റെ 2ാം പതിപ്പ്. അതിനെക്കുറിച്ച് നിങ്ങളുടെ കുറിപ്പുകളിൽ പറയുന്നുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ ഈ സ്കോറുകൾ വെച്ച് ഒരു കുട്ടിയുടെ കഴിവിനെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ശരി. KABC2 ടെസ്റ്റിൽ നിന്ന് പ്രധാനമായിട്ട് 2 ഗ്ലോബൽ സ്കോറുകളാണ് കിട്ടുന്നത്. ഒന്ന് MPI മെന്റൽ പ്രോസസ്സിംഗ് ഇൻഡെക്സ്, MPI. മറ്റേത് FCI ഫ്ലൂയിഡ് ക്രിസ്റ്റലൈസ്ഡ് ഇൻഡെക്സ്. ഓക്കെ, FCI എന്നുവെച്ചാൽ താരതമ്യം ചെയ്യാനായിട്ട് ഒരു പൊതുവായ സ്കെയിൽ. ഇതിൽ ശരാശരി സ്കോർ, അതായത് മീൻ 100 ആയിരിക്കും. 100. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD അത് 15 ആയിരിക്കും. 15. അപ്പോൾ കൂടുതൽ പേരും ഒരു 85-നും 115-നും ഇടയിൽ വരുമല്ലേ? അതെ, ഏകദേശം 68% ആളുകൾ ആ റേഞ്ചിൽ വരും. അതാണ് അതിന്റെ ഒരു കണക്ക്. ശരി. അപ്പോൾ ഒരു കുട്ടിയെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഈ MPI, FCI ഇത് രണ്ടും കിട്ടുമോ? സാധാരണയായി ഇല്ല. ഒരെണ്ണമേ അവര് റിപ്പോർട്ട് ചെയ്യൂ. ഓഹോ. അത് ഏത് വേണമെന്നുള്ളത് ടെസ്റ്റ് നടത്തുന്ന ആള് തീരുമാനിക്കും. അത് ഏത് തിയറിയാണ് അവർ അടിസ്ഥാനമാക്കുന്നത് എന്നതിനെ അനുസരിച്ചിരിക്കും. അതെങ്ങനെ? അതായത് ലൂറിയയുടെ ഒരു മോഡലുണ്ട്, പ്രോസസ്സിംഗ് മോഡൽ. അതനുസരിച്ചാണെങ്കിൽ MPI റിപ്പോർട്ട് ചെയ്യും. അതല്ല CHC കാറ്റൽ ഹോൺ കാരൽ തിയറി അനുസരിച്ചാണെങ്കിൽ FCI ആയിരിക്കും റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ലൂറിയയുടെ മോഡൽ എന്ന് പറയുമ്പോൾ അതെ, തലച്ചോറ് വിവരങ്ങൾ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്രോസസ്സ് ചെയ്യുന്നു എന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. ശരി. CHC മോഡലാണെങ്കിൽ അത് പലതരം കോഗ്നിറ്റീവ് കഴിവുകളുണ്ടല്ലോ. ഭാഷാപരമായ കഴിവ്, ഓർമ്മ, ചിന്തയുടെ വേഗത, അങ്ങനെയുള്ള പലതിനെയും വേർതിരിച്ചു കാണുന്നു. അപ്പോൾ ഒരേ ടെസ്റ്റ് തന്നെ 2 രീതിയിൽ വ്യാഖ്യാനിക്കാം. കൊള്ളാം. ഈ സ്റ്റാൻഡേർഡ് സ്കോർ രീതി, അതായത് 100 മീനും 15 SD-യും, ഇത് KABCIയുടെ മറ്റു ഭാഗങ്ങളിലുണ്ടോ? ഉണ്ട്. KABCIയുടെ നോൺ വെർബൽ ഇൻഡെക്സ് ഉണ്ടല്ലോ, അതായത് വാക്കുകൾ അധികം ഉപയോഗിക്കാത്ത ടെസ്റ്റുകൾ. അതിനും ഇതേ സ്കോറിംഗ് രീതിയാണ്. മീൻ 100, SD 15. അതുപോലെ 4 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഉള്ളവർക്ക് കൊടുക്കുന്ന മറ്റ് 5 പ്രധാന സ്കെയിലുകളുണ്ട്. അവയ്ക്കും ഇത് തന്നെ. ഓക്കെ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഈ വലിയ സ്കെയിലുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ചെറിയ ചെറിയ സബ് ടെസ്റ്റുകൾ വെച്ചിട്ടാണ്. സബ് ടെസ്റ്റുകൾ. അതെ. ആ സബ് ടെസ്റ്റുകൾക്ക് സ്കോർ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. അവിടെ ശരാശരി 10ഉം SD 3ഉമാണ്. 10ഉം 3ഉം മനസ്സിലായി. ഈ സബ് ടെസ്റ്റ് സ്കോറുകൾ കൂട്ടിച്ചേർത്താണ് വലിയ സ്കെയിൽ സ്കോർ ഉണ്ടാക്കുന്നത്. അതെ. പ്രധാന സബ് ടെസ്റ്റ് സ്കോറുകളെല്ലാം ഈ ഗ്ലോബൽ സ്കെയിലിലേക്ക് വരും. പക്ഷേ ചില സപ്ലിമെന്ററി ടെസ്റ്റുകളുണ്ട്, അധികമായി ചെയ്യുന്നവ. അവ സാധാരണയായി ഗ്ലോബൽ സ്കോറിൽ ഉൾപ്പെടുത്താറില്ല, നോൺ വെർബൽ സ്കെയിലിൽ ഒഴികെ. ശരി. അപ്പോൾ KABC2 കുട്ടികളുടെ കാര്യത്തിൽ വളരെ വ്യക്തമായി. ഇനി മുതിർന്നവരുടെ കാര്യം, അവിടെയാണ് KAIT വരുന്നത് അല്ലേ? കൗഫ്മാൻ അഡലസന്റ് ആൻഡ് അഡൾട്ട് ഇന്റലിജൻസ് ടെസ്റ്റ്. അതെ, KAIT. അതിന്റെ എന്താണ് പ്രത്യേകത? KAIT അത് 1993-ലാണ് അലൻ കൗഫ്മാനും നദീൻ കൗഫ്മാനും ചേർന്ന് കൊണ്ടുവന്നത്. ഇത് പേര് സൂചിപ്പിക്കുന്നത് പോലെ കൗമാരക്കാർക്കും മുതിർന്നവർക്കുമുള്ളതാണ്. 11 വയസ്സ് മുതൽ ഒരു 85 വയസ്സിന് മുകളിൽ വരെയുള്ളവർക്ക് ഉപയോഗിക്കാം. ഓക്കെ. ഇത് വ്യക്തിഗതമായി നടത്തുന്നൊരു ടെസ്റ്റാണ്. ഇതിന്റെ ഒരു പ്രധാന കാര്യം ഇതിന് നല്ലൊരു തിയോററ്റിക്കൽ ബേസ് ഉണ്ടെന്നുള്ളതാണ്. അതെന്താണ് ആ ബേസ്? ഇത് ഹോൺകാറ്റൽ സിദ്ധാന്തം പരിഗണിക്കുന്നുണ്ട്. അതിലെ ഫ്ലൂയിഡ് ഇന്റലിജൻസും ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസും. ഫ്ലൂയിഡ് ആൻഡ് ക്രിസ്റ്റലൈസ്ഡ്, അത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെ. ക്രിസ്റ്റലൈസ്ഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച അറിവുകൾ, സ്കൂളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ, ആ കഴിവുകൾ. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ പുതിയ സാഹചര്യങ്ങൾ വരുമ്പോൾ, പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ യുക്തി ഉപയോഗിച്ച് അതിനെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള നമ്മുടെ കഴിവ്. ഓക്കെ. അപ്പോ പഠിച്ചു വെച്ച കാര്യങ്ങളും ക്രിസ്റ്റലൈസ്ഡ്, പുതിയ പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവും ഫ്ലൂയിഡ്, ഇത് രണ്ടും KAIT വേർതിരിച്ചളക്കുന്നു അല്ലേ? അതെ, കൃത്യമായി വേർതിരിക്കുന്നു. അതാണ് അതിന്റെ ഒരു മെയിൻ ഫോക്കസ്. ഇതുകൂടാതെ ലൂറിയയുടെ ഫ്രണ്ടൽ ലോബ് പ്ലാനിംഗ് എബിലിറ്റി, അതായത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുള്ള കഴിവ്. പ്ലാനിംഗ്
അതുപോലെ പിയാഷയുടെ ഫോർമൽ ഓപ്പറേഷണൽ തോട്ട്, കുറച്ചുകൂടി ഉയർന്ന രീതിയിലുള്ള ചിന്താശേഷി, ഇതൊക്കെ ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചുകൂടി കോംപ്രഹെൻസീവ് ആണെന്ന് തോന്നുന്നു. ഇതിന്റെ ഘടന എങ്ങനെയാണ്? കോർ ബാറ്ററി, എക്സ്പാൻഡഡ് ബാറ്ററി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. KAITന്റെ പ്രധാന ഭാഗം, അതായത് സാധാരണയായി എല്ലാവർക്കും കൊടുക്കുന്നത്, അതാണ് കോർ ബാറ്ററി. കോർ ബാറ്ററി അതിൽ ഈ പറഞ്ഞ ക്രിസ്റ്റലൈസ്ഡ് സ്കെയിലിനും ഫ്ലൂയിഡ് സ്കെയിലിനും 3 സബ് ടെസ്റ്റുകൾ വീതം ഉണ്ടാകും. ഓക്കെ. ചിലപ്പോൾ ചില ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളോ മറ്റോ ഉള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ, കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കണമെങ്കിൽ അധികമായി ചില സബ് ടെസ്റ്റുകൾ കൂടി ഉൾപ്പെടുത്തും. അതാണ് എക്സ്പാൻഡഡ് ബാറ്ററി. ശരി. പിന്നെ തീരെ വയ്യാത്തവർ അല്ലെങ്കിൽ കോഗ്നിറ്റീവായി ബുദ്ധിമുട്ടുള്ളവർ, അവർക്ക് ചിലപ്പോൾ മുഴുവൻ ടെസ്റ്റും ചെയ്യാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ മെന്റൽ സ്റ്റാറ്റസ് ടെസ്റ്റ് ഉണ്ട്. അത് പ്രധാനമായും അവരുടെ ശ്രദ്ധ, കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു ബേസിക് കഴിവ്, അറ്റൻഷൻ ആൻഡ് ഓറിയന്റേഷൻ ഒക്കെ നോക്കാനാണ്. ഓക്കെ. അപ്പോൾ ഈ കൗഫ്മാൻ സ്കെയിലുകൾ KBC2 ആയാലും KIT ആയാലും ഒരു സാധാരണ IQ ടെസ്റ്റിൽ നിന്ന് എങ്ങനെയാണിത് വ്യത്യസ്തമാവുന്നത്? എന്ത് കൂടുതൽ വിവരമാണിത് തരുന്നത്? പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഇവയുടെയൊക്കെ പിന്നിലുള്ള സൈദ്ധാന്തികമായ വ്യക്തതയാണ്. ഒരു തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ഇവ ഉണ്ടാക്കിയിട്ടുള്ളത്. ശരി. KBC2 ആണെങ്കിൽ കുട്ടിയുടെ പ്രോസസ്സിംഗ് രീതി അനുസരിച്ച് ലൂറിയയുടെ മോഡലോ CHC മോഡലോ തെരഞ്ഞെടുത്ത് വ്യാഖ്യാനിക്കാൻ പറ്റും. KAIT ആണെങ്കിൽ കൗമാരക്കാരിലും മുതിർന്നവരിലും ഈ ഫ്ലൂയിഡ് ക്രിസ്റ്റലൈസ്ഡ് കഴിവുകളെ വളരെ വ്യക്തമായിട്ട് വേർതിരിച്ചു കാണിക്കും. അപ്പോ വെറുമൊരു ഒറ്റ IQ നമ്പറിൽ ഒതുങ്ങുന്നില്ല കാര്യം. പകരം ഒരു വ്യക്തിയുടെ കോഗ്നിറ്റീവ് പ്രൊഫൈൽ, അതായത് ഏതൊക്കെ കഴിവുകൾ മുന്നിട്ട് നിൽക്കുന്നു, എവിടെയാണ് പിന്നോട്ട്, അങ്ങനെയുള്ളൊരു വിശദമായ ചിത്രം കിട്ടും. ഓക്കെ. അപ്പോൾ ഒരു സിംഗിൾ സ്കോറിനപ്പുറം ഒരു പ്രൊഫൈലാണ് കിട്ടുന്നത്. അതെ, അതിനാണ് പ്രാധാന്യം. സ്റ്റാൻഡേർഡ് സ്കോറുകൾ താരതമ്യത്തിന് ഉപയോഗിക്കുന്നു എന്നേയുള്ളൂ. മനസ്സിലായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് സ്കോറുകൾ, പ്രത്യേകിച്ച് ഈ 100 മീനും 15 SD ഉള്ളവ, ഒരു പൊതു അളവുകോൽ നൽകുന്നു. KABC2 കുട്ടികളുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിംഗ് രീതികൾ, അവർ ലൂറിയയുടെ രീതിയിലാണോ അതോ CHC രീതിയിലാണോ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതെ. KAIT ആണെങ്കിൽ മുതിർന്നവരിൽ ഈ പഠിച്ച അറിവും ക്രിസ്റ്റലൈസ്ഡ്, പുതിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവും ഫ്ലൂയിഡ് തമ്മിലുള്ള വ്യത്യാസം അറിയാൻ സഹായിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇന്റലിജൻസ് അളക്കുന്നതിനുള്ള ഈ ആധുനിക രീതികളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. കൗഫ്മാൻ സ്കെയിലുകൾ എങ്ങനെയാണ് ഒരു സൈദ്ധാന്തിക അടിത്തറയിൽ നിന്നുകൊണ്ട് കൂടുതൽ വിശദമായ വിവരങ്ങൾ നൽകുന്നതെന്ന് നമ്മൾ കണ്ടു. അതെ. നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടി പറയാം. എന്താണത്? ഈ ടെസ്റ്റുകളൊക്കെ KABC ആയാലും KAIT ആയാലും പല സിദ്ധാന്തങ്ങളെ അടിസ്ഥാനമാക്കി പലതരം കഴിവുകളാണ് അളക്കുന്നത്, അല്ലേ? വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്ന രീതി, ഫ്ലൂയിഡ് റീസണിംഗ്, ക്രിസ്റ്റലൈസ്ഡ് നോളജ്, അങ്ങനെ പലതും. അങ്ങനെയെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക തരം ഇന്റലിജൻസ് ടെസ്റ്റിനെ മാത്രം ആശ്രയിച്ചാൽ അത് ഒരു വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഒരുപക്ഷെ പരിമിതപ്പെടുത്തില്ലേ? അതൊരു നല്ല ചോദ്യമാണ്. ഒരു ടെസ്റ്റ് മാത്രം മതിയോ എന്നുള്ളത്. അതെ, അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. എന്തായാലും അടുത്ത തവണ നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ശരി, തീർച്ചയായും.